അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവവചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും വീണ്ടും വരാമെന്നരുളി ചെയ്തവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇന്നത്തെ അല്പസമയത്തെ ചിന്തയ്ക്കായി ഉൽപ്പത്തി പുസ്തകം 13-ാം അധ്യായം 9-ാം വാക്യത്തിൻ്റെ മധ്യഭാഗം നമുക്ക് വായിക്കാം. നീ ഇടത്തോട്ടെങ്കിൽ ഞാൻ വലത്തോട്ട് പോയിക്കൊള്ളാം, നീ വലത്തോട്ടെങ്കിൽ ഞാൻ ഇടത്തോട്ട് പോയിക്കൊള്ളാം. അനുഗ്രഹിക്കപ്പെട്ട വേദവാക്യമാണ് നാം കേട്ടത്. അബ്രഹാമിൻ്റെ ജീവിതത്തിലെ നിർണായകമായ സമയത്തെടുത്ത നല്ലൊരു തീരുമാനമാണ് ദേശം തിരഞ്ഞെടുക്കുവാനുള്ള അവകാശം തനിക്കാണെങ്കിലും താൻ ആ അവകാശം ലോത്തിന് കൊടുത്തു എന്നത്. ലോത്തിൻ്റെ ഭാര്യ നല്ല ദേശം തിരഞ്ഞെടുക്കുവാൻ ലോത്തിന് ഉപദേശം നൽകും എന്നതിന് സംശയമില്ല. കാരണം നല്ല ദേശത്തെ കണ്ടാൽ തിരിച്ചറിയുന്നതിനുള്ള ജ്ഞാനം ആ സഹോദരിക്കുണ്ടായിരുന്നു. എന്നാൽ ആ ജ്ഞാനം ദൈവത്താൽ ഭോഷത്വമാക്കപ്പെട്ട ജ്ഞാനമായിരുന്നു എന്ന് മാത്രം. നാം ഒരു നന്മ തിരഞ്ഞെടുക്കുമ്പോൾ നമ്മുടെ ഒരേയൊരു ലക്ഷ്യം സാമ്പത്തിക നന്മകൾ മാത്രമാണെങ്കിൽ ആ തിരഞ്ഞെടുപ്പ് നമ്മുടെ ആത്മീക ഭാവിക്കും ദൈവവുമായുള്ള ബന്ധത്തിനും കോട്ടം തട്ടുവാൻ സാധ്യതയുണ്ട്. തന്നെയുമല്ല, ഏത് തിരഞ്ഞെടുപ്പിലും ദൈവത്തിന് സ്ഥാനം കൊടുത്ത് ദൈവത്തിൻ്റെ വചനം അതിനെക്കുറിച്ച് എന്ത് ഉപദേശിക്കുന്നുവെന്ന് മനസ്സിലാക്കി തിരഞ്ഞെടുപ്പുകൾ നടത്തിയില്ലെങ്കിൽ ഭാവിയിൽ നാം ദുഃഖിക്കേണ്ടി വരും. തന്നെയുമല്ല, നാം വഞ്ചിക്കപ്പെടുവാനും സാധ്യതയുണ്ടാകും. തിരഞ്ഞെടുപ്പിനുള്ള അവസരം നമ്മുടെ മുൻപിൽ വരുമ്പോൾ ദൈവവുമായി കൂടുതൽ അടുക്കുവാൻ ഇടവരുത്തുന്ന തീരുമാനമാണ് നാം എടുക്കുന്നതെങ്കിൽ തുടക്കത്തിൽ നമുക്കല്പം പ്രയാസം നേരിട്ടാലും വഞ്ചിക്കപ്പെടാതെയും പരാജയപ്പെടാതെയും അനുഗ്രഹിക്കപ്പെട്ട സാഹചര്യത്തിൽ നാം എത്തിച്ചേരും എന്നതിന് സംശയമില്ല. ദേശം തിരഞ്ഞെടുക്കുവാനുള്ള അവസരം അബ്രഹാം ലോത്തിന് കൊടുത്തപ്പോൾ ലോത്ത് നോക്കി എന്ന് ഉൽപ്പത്തി പുസ്തകം 13-ാം അധ്യായം 10-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഈ വാക്യം തുടങ്ങുന്നത് ഇപ്രകാരമാണ്: യോർദാനരികെയുള്ള പ്രദേശമൊക്കെയും നീരോട്ടമുള്ളതെന്ന് കണ്ടു. തന്നെയുമല്ല, ഉൽപ്പത്തി പുസ്തകം 13-ാം അധ്യായം 12-ാം വാക്യത്തിൻ്റെ അവസാന ഭാഗത്ത് ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു: ലോത്ത് സോദോം വരെ കൂടാരം നീക്കി അടിച്ചു. എന്നാൽ സോദോം നിവാസികൾ ദുഷ്ടന്മാരും യഹോവയുടെ മുൻപാകെ മഹാപാപികളുമായിരുന്നു എന്ന് ഉൽപ്പത്തി പുസ്തകം 13-ാം അധ്യായം 13-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. എന്നാൽ അബ്രഹാം കനാൻ ദേശത്ത് തന്നെ പാർത്തു. ദൈവത്തിൻ്റെ ആലോചനയ്ക്കൊത്ത് നീങ്ങുന്നവനായിരുന്നു അബ്രഹാം. അതുകൊണ്ട് തന്നെ അബ്രഹാമിന് പരാജയമില്ലായിരുന്നു. എന്നാൽ ലോത്ത് ഭാര്യയുടെ ആലോചനയ്ക്കൊത്ത് നീങ്ങുന്നവനായിരുന്നു. കാഴ്ചയ്ക്ക് നല്ലതെന്നും ആദായം ഉണ്ടാക്കുവാൻ സാധിക്കുന്നതാണെന്നും ഉറപ്പുള്ള സ്ഥലത്തേക്ക് നീങ്ങുവാൻ ലോത്തിൻ്റെ ഭാര്യ അവനെ ഉത്സാഹിപ്പിച്ചു കൊണ്ടിരുന്നു. അബ്രഹാമിൻ്റെയും ലോത്തിൻ്റെയും തിരഞ്ഞെടുപ്പുകളിലെ വ്യത്യാസമാണ് നാം കേട്ടുകൊണ്ടിരുന്നത്. നമ്മുടെ തിരഞ്ഞെടുപ്പുകൾ ദൈവത്തിൻ്റെ ആലോചനയ്ക്കൊത്തതാണോ, അതോ ഭോഷത്വമാക്കപ്പെട്ട ഈ ലോകജ്ഞാനത്തിനൊത്തതോ? നമ്മുടെ തീരുമാനങ്ങളിൽ ഇടപെടുവാൻ നാം ദൈവത്തെ അനുവദിക്കാറുണ്ടോ? ദൈവം നമ്മോടുകൂടെ വസിക്കുവാൻ എന്ത് തീരുമാനമെടുക്കണമോ അതേ നാം എടുക്കാവൂ. ഒരു അനുഗ്രഹം ആദ്യമെങ്കിൽ കൈവശമാക്കാം, അതിൻ്റെ അവസാനം അനുഗ്രഹമായിരിക്കണമെന്നില്ല. ഓർക്കുക, താൽക്കാലിക ലാഭം നമ്മെ വലിയ നഷ്ടത്തിലും നമ്മുടെ തലമുറകൾ വലിയ കഷ്ടത്തിലും എത്തിച്ചേരുവാനിട വരുത്തും. ഉൽപ്പത്തി പുസ്തകം 13-ാം അധ്യായം 14-ാം വാക്യത്തിൽ പ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു: ലോത്ത് അബ്രഹാമിനെ വിട്ടു പിരിഞ്ഞ ശേഷം യഹോവ അബ്രഹാമിനോട് അരുളി ചെയ്തത്, നീ തലപൊക്കി നീ ഇരിക്കുന്ന സ്ഥലത്തു നിന്ന് വടക്കോട്ടും തെക്കോട്ടും കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും നോക്കുക. ദൈവം നോക്കുവാൻ പറഞ്ഞപ്പോൾ മാത്രമാണ് അബ്രഹാം ദേശം നോക്കിയത്. അതുവരെ താനായിരുന്ന സ്ഥലത്ത് തന്നെ താമസിച്ചു. അതുകൊണ്ട് തന്നെ ദൈവം അബ്രഹാമിനോട് പറയുകയാണ് ഉൽപ്പത്തി പുസ്തകം 13-ാം അധ്യായം 15-ാം വാക്യത്തിൽ കൂടി: നീ കാണുന്ന ഭൂമിയൊക്കെയും ഞാൻ നിനക്ക് തരും. തീർന്നില്ല. ഉൽപ്പത്തി പുസ്തകം 13-ാം അധ്യായം 16-ാം വാക്യത്തിൽ ദൈവം വീണ്ടും അബ്രഹാമിനോട് പറയുകയാണ്: ഞാൻ നിൻ്റെ സന്തതിയെ ഭൂമിയിലെ പൊടി പോലെയാക്കും എന്ന്. അബ്രഹാമിന് ദൈവം കൊടുത്ത വാഗ്ദാനമാണ് നാം കേട്ടത്. ഇട്ടുമൂടുവാൻ തക്ക ധനം നമുക്കുണ്ടെങ്കിലും നമ്മുടെ മക്കൾ പാപവഴികളിൽ ജീവിക്കുകയും മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളായി നമുക്കും സമൂഹത്തിനും ശല്യക്കാരായി തീരുകയും ചെയ്യുന്നുവെങ്കിൽ നമ്മുടെ ധനം കൊണ്ട് നമുക്കെന്ത് നേട്ടമുണ്ടാകും? ഉൽപ്പത്തി പുസ്തകം 13-ാം അധ്യായം 17-ാം വാക്യത്തിൽ കൂടി കർത്താവ് അബ്രഹാമിനോട് വീണ്ടും പറയുകയാണ്: നീ പുറപ്പെട്ട് ദേശത്ത് നെടുകയും കുറുകയും സഞ്ചരിക്കുക, ഞാനത് നിനക്ക് തരും. ദൈവത്തിൻ്റെ നിർദ്ദേശം കിട്ടിക്കഴിഞ്ഞപ്പോൾ അബ്രഹാം തൻ്റെ കൂടാരം നീക്കി ഹെബ്രോനിൽ മാമ്രയുടെ തോപ്പിൽ വന്ന് പാർത്തു. അവിടെ യഹോവയ്ക്കൊരു യാഗപീഠം പണിതുവെന്ന് ഉൽപ്പത്തി പുസ്തകം 13-ാം അധ്യായം 18-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇവിടെ രണ്ട് വ്യക്തികളെ നമുക്ക് കാണുവാൻ കഴിയും. അബ്രഹാമും ലോത്തും ആണ് ആ വ്യക്തികൾ. ലോത്ത് നോക്കിയപ്പോൾ സമ്പത്തുണ്ടാക്കുവാൻ സൊദോം അവന് ആവശ്യമായിരുന്നു. ദൈവസാന്നിധ്യം അവൻ ആഗ്രഹിച്ചില്ല.
എന്നാൽ അബ്രഹാം ദൈവശബ്ദത്തിനും ദൈവിക നടത്തിപ്പിനും കാത്തിരുന്നു. കാരണം അവൻ അവിടെ വരെ എത്തിയത് ദൈവം പറഞ്ഞിട്ടായിരുന്നുവല്ലോ. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം 1-ാം വാക്യത്തിൽ യഹോവ അബ്രഹാമിനോട് പറയുകയാണ്, സകലരെയും വിട്ടു പുറപ്പെട്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോക. ഇതായിരുന്നു അബ്രഹാമിന് ദൈവത്തിൽ നിന്നും ലഭിച്ച കൽപ്പന. ആ കൽപ്പന അനുസരിച്ച് ദൈവം കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് വന്നിരിക്കുന്ന അബ്രഹാമിന് ലക്ഷ്യബോധമില്ലാതെ ദൈവം പറയാതെ അബ്രഹാമിനോടൊപ്പം യാത്ര തുടങ്ങിയ ലോത്ത് സ്വന്തം ഇഷ്ടപ്രകാരം ദേശം തിരഞ്ഞെടുത്തതുപോലെ തിരഞ്ഞെടുക്കുവാൻ സാധിക്കുകയില്ല. വലിയ ലക്ഷ്യത്തോടെയാണ് അബ്രഹാം കാൽ ചുവടുകൾ വെച്ചത്. ലക്ഷ്യമില്ലാത്തവന് വഴി തെറ്റുകയില്ല, കാരണം അവന് എവിടെ വേണമെങ്കിലും പോകാം. എന്നാൽ ലക്ഷ്യമുള്ളവനെ ശ്രദ്ധിച്ചില്ലെങ്കിൽ വഴി തെറ്റും നിശ്ചയം. ജീവിതത്തിൽ വലിയ ദുരന്തം സംഭവിക്കുകയും ചെയ്യും. എന്നാൽ അബ്രഹാം ദൈവം കാണിച്ചു കൊടുത്ത ദേശം മാത്രം സ്വന്തമാക്കുവാൻ തയ്യാറായി. തന്നെയുമല്ല ദൈവ സാന്നിധ്യത്തിനായി ആഗ്രഹിക്കുകയും യഹോവയ്ക്ക് വേണ്ടി ഒരു യാഗപീഠം പണിയുകയും ചെയ്തു. പാപത്തിൽ രസിക്കുന്ന വ്യക്തികളുമായി നമുക്ക് സ്നേഹബന്ധമുണ്ടെങ്കിൽ അവർ നമ്മെയും പാപക്കുഴിയിൽ താഴ്ത്തുവാൻ സാധ്യതയുണ്ട്. എന്നാൽ ദൈവസ്നേഹത്തിലേക്കും ദൈവ സാന്നിധ്യത്തിലേക്കും എത്തിച്ചേരുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ ദൈവം അതിനുള്ള സാഹചര്യം ഒരുക്കിത്തരും. ദൈവശബ്ദത്തിനായി കാത്തിരുന്ന അബ്രഹാമിൻ്റെ ജീവിതം അവന് തന്നെയും അവൻ്റെ തലമുറകൾക്കും എന്തിനേറെ അനേകം ജാതികൾക്കും അനുഗ്രഹവും രക്ഷയുമായി തീർന്നു. പാപം ചെയ്യാതെ ജീവിച്ച് മരിക്കുന്ന വ്യക്തികൾക്കുള്ള വിശ്രമസ്ഥലത്തിന് അബ്രഹാമിൻ്റെ മടി എന്ന് പേര് കൊടുക്കുവാൻ ദൈവം തയ്യാറായി. ദൈവം വളരെ അഭിമാനത്തോടെ പറയുന്ന ഒരു വാക്കാണ്, ഞാൻ അബ്രഹാമിൻ്റെ ദൈവമാകുന്നു എന്ന്. ഈ ലോകത്തിൻ്റെ ധനത്തിൻ്റെ പിന്നാലെ തൻ്റെ ഭാര്യയുടെ വാക്ക് കേട്ട് യാത്ര ചെയ്ത ലോത്തിൻ്റെ മക്കളെക്കുറിച്ച് സംസാരിക്കുവാൻ കഴിയാത്ത വിധം തലമുറകൾ അധപ്പതിച്ചു പോയി. സഭാപ്രസംഗി 12-ാം അധ്യായം 1-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് പോലെ നമ്മുടെ നല്ല പ്രായത്തിൽ സൃഷ്ടാവിനെ ഓർത്തുകൊണ്ട് സൃഷ്ടാവിനെ അനുസരിച്ച് ജീവിച്ചാൽ നാം എന്ത് തിരഞ്ഞെടുക്കണമെന്ന് സ്വർഗീയ പിതാവ് നമുക്ക് വെളിപ്പെടുത്തി തരും. എങ്ങോട്ട് പോകണമെന്നും എങ്ങോട്ട് പോകരുതെന്നും കൃത്യമായ ഉപദേശം തന്ന് നാം നടക്കേണ്ടുന്ന വഴി ഉപദേശിച്ച് തരികയും ചെയ്യും. ദൈവം ഇഷ്ടപ്പെടാത്ത ജീവിത രീതി ഏതെല്ലാമാണെന്ന് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ നാം മാനസാന്തരപ്പെട്ട് പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് സ്നാനം മുങ്ങി പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം. പരിശുദ്ധാത്മാവാണ് നമ്മെ സകല സത്യത്തിലും വഴി നടത്തുന്നത്. നാം പരിശുദ്ധാത്മാവിനെ അനുസരിക്കണമെന്ന് മാത്രം. പരിശുദ്ധാത്മാവിനെ നാം പ്രാപിച്ചാൽ അവൻ നമ്മെ ദൈവിക ജ്ഞാനത്താൽ നിറയ്ക്കും. ദൈവിക ജ്ഞാനം നമുക്കില്ല എങ്കിൽ നമ്മുടെ തിരഞ്ഞെടുപ്പ് നമ്മുടെ ജഡത്തെ സന്തോഷിപ്പിക്കുന്നതിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ളതായിരിക്കും. നമ്മുടെ ആത്മാവിന് ഈ ഭൂമിയിൽ ജീവിക്കുവാനായി ദൈവം തന്ന ഒരു വാസസ്ഥലം മാത്രമാണ് നമ്മുടെ മണ്ണും കൊണ്ടുണ്ടാക്കപ്പെട്ട ശരീരം. അതുകൊണ്ടാണ് നമ്മുടെ ശരീരത്തെ മൺകൂടാരമെന്ന് ബൈബിൾ പഠിപ്പിക്കുന്നത്. നാം മരിച്ചാൽ നമ്മുടെ ശരീരം മണ്ണിൽ മറവ് ചെയ്യും. അപ്രകാരം മണ്ണിൽ മറവ് ചെയ്യുന്ന ശരീരം പിന്നീട് ഒരിക്കലും ആരും കാണുകയില്ല. അത് മണ്ണോട് മണ്ണായും പൂഴിയോട് പൂഴിയായും ചേരും. എന്നാൽ നമ്മുടെ ആത്മാവ് മണ്ണിൽ ലയിക്കുകയില്ല. പിന്നെയോ നാം ചെയ്യുന്ന പ്രവൃത്തികൾക്കനുസരിച്ച് ന്യായവിധി നേരിടുവാനായി 2 വ്യത്യസ്ത സ്ഥലങ്ങളിൽ ചെന്ന് ചേരും. ദൈവകൽപ്പനകൾ അനുസരിച്ച് പാപം ചെയ്യാതെ ജീവിച്ചവർ മരിക്കുമ്പോൾ പർദീസ എന്ന വിശ്രമസ്ഥലത്തും ദൈവകൽപ്പനകൾ അനുസരിക്കാതെ പാപം ചെയ്ത് മരിച്ചവർ യാതനാസ്ഥലത്തും എത്തിച്ചേരുമെന്ന് ലൂക്കോസ് എഴുതിയ സുവിശേഷം 16-ാം അധ്യായത്തിൽ ധനവാന്റെയും ലാസറിൻ്റെയും ഉപമയിൽ കൂടി കർത്താവായ യേശു ക്രിസ്തു പഠിപ്പിച്ചു. യേശു നല്ല അധ്യാപകനാണെന്ന് നാം ഓർക്കണം. ഭൂമിയിൽ ജനിച്ച് മരിക്കുന്ന ഏതൊരു വ്യക്തിയും മരിച്ച അതേ സമയം തന്നെ നാം കേട്ട ഏതെങ്കിലും ഒരു സ്ഥലത്ത് എത്തിച്ചേരും. അതിനുശേഷം കർത്താവായ യേശു ക്രിസ്തു ആകാശമേഘത്തിൽ തനിക്കായി പാപം ചെയ്യാതെ കാത്തിരിക്കുന്ന വിശുദ്ധന്മാരെ ചേർക്കുവാനായി പ്രത്യക്ഷനാകുമ്പോൾ വിശ്രമസ്ഥലത്തുള്ള വിശുദ്ധന്മാർ ആദ്യം സ്വർഗീയ ശരീരത്തോടെ ഭൂമിയിൽ നിന്നും ഉയർത്തെഴുന്നേൽക്കുകയും ജീവനോടെ ശേഷിച്ചിരിക്കുന്നവർ അവരോടൊപ്പം രൂപാന്തരം പ്രാപിച്ച സ്വർഗീയ ശരീരത്തോടെ കർത്താവായ യേശു ക്രിസ്തുവിനെ എതിരേൽക്കുവാൻ ആകാശമേഘങ്ങളിലേക്ക് എടുക്കപ്പെടും. ശേഷം മരിച്ച് യാതനാസ്ഥലത്തുള്ളവരും ഭൂമിയിൽ പാപം ചെയ്ത് ജീവിക്കുന്നവരും അന്ത്യകാഹളനാദത്തെങ്കിൽ ന്യായവിധിയെ നേരിടുവാൻ ഉയർത്തെഴുന്നേൽക്കും. ഇപ്രകാരം എഴുന്നേൽക്കുന്നവർക്ക് 2ാം മരണമായ ഗന്ധകം കത്തുന്ന തീ പൊയ്കയിൽ വീഴേണ്ടി വരും. അവരുടെ പേര് ജീവപുസ്തകത്തിൽ എഴുതിയിട്ടില്ലായിരുന്നു എന്നതാണ് അതിൻ്റെ കാരണം. അവർ തങ്ങളുടെ ശരീരത്തിൻ്റെ സുഖത്തിനു വേണ്ടി പാപം ചെയ്ത് ദൈവകൽപ്പനകൾ തള്ളിക്കളഞ്ഞ് ജീവിച്ചവരാണ്. ഇവർ 2ാം പുനരുദ്ധാനത്തിൽ പങ്കുള്ളവരാണ്. നിത്യശിക്ഷാവിധിയാണ് ഇവരുടെ പാപത്തിൻ്റെ ശമ്പളമായി ഇവർക്ക് ലഭിക്കുക എന്ന് ബൈബിൾ പഠിപ്പിക്കുന്നു. എന്നാൽ നാം കേട്ട 1ാമത്തെ പുനരുദ്ധാനത്തിൽ പങ്കുള്ളവരും യേശുക്രിസ്തുവിനെ എതിരേൽക്കുവാൻ ആകാശമേഘത്തിൽ എടുക്കപ്പെടുന്നവരുമായവർ
ഭാഗ്യവാനും വിശുദ്ധനുമാകുന്നു എന്ന് വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം 6-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഒരാൾ വിശുദ്ധനോ അശുദ്ധനോ എന്ന് തീരുമാനിക്കുവാൻ മനുഷ്യരെ ന്യായം വിധിക്കുവാനായി നിയമിക്കപ്പെട്ട കർത്താവായ യേശു ക്രിസ്തുവിന് മാത്രമേ അധികാരമുള്ളൂ. യോഹന്നാൻ എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 22-ാം വാക്യം നമ്മെ ഈ യാഥാർത്ഥ്യം പഠിപ്പിക്കുന്നുണ്ട്. എല്ലാവരും പിതാവിനെ ബഹുമാനിക്കുന്നത് പോലെ പുത്രനെയും ബഹുമാനിക്കേണ്ടതിന് പിതാവാരെയും ന്യായം വിധിക്കാതെ ന്യായവിധിയെല്ലാം പുത്രന് കൊടുത്തിരിക്കുന്നു. യോഹന്നാൻ എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 22-ാം വാക്യമാണ് നാം കേട്ടത്. ഭൂമിയിലുള്ള ഒരു മനുഷ്യർക്കും ആരെയും വിശുദ്ധരായി പ്രഖ്യാപിക്കുവാനുള്ള അധികാരം ദൈവം കൊടുത്തിട്ടില്ല എന്ന് സാരം. ഏതെങ്കിലും വ്യക്തികളെ വിശുദ്ധരായി പ്രഖ്യാപിക്കുവാനുള്ള അധികാരം പത്രോസിന് പോലും യേശു കൊടുത്തിട്ടില്ല എന്ന് നാം ഓർക്കണം. ഏതെങ്കിലും വ്യക്തികൾ മരിച്ച വ്യക്തികളെ വിശുദ്ധരായി പ്രഖ്യാപിക്കുന്നുണ്ടെങ്കിൽ ന്യായാധിപനായി പിതാവിനാൽ നിയമിക്കപ്പെട്ട യേശുവിനെ തൻ്റെ സിംഹാസനത്തിൽ നിന്നും വലിച്ച് താഴെ ഇറക്കുന്നതിന് തുല്യമായ പാപപ്രവൃത്തിയാണത്. നാം പിശാച് എന്ന് വിളിക്കുന്ന ലൂസിഫർ ദൈവത്തിൻ്റെ ഒരു പ്രധാന ദൂതനായിരുന്നു എന്ന് ബൈബിൾ പഠിപ്പിക്കുന്നു. അവൻ സാത്താനായി തീർന്നത് താൻ ദൈവത്തിന് സമനാകുമെന്ന് പറഞ്ഞതിനാലാണെന്ന് നാം ഓർക്കണം. ദൈവത്തോടവൻ മത്സരിച്ചു. മരിച്ച മനുഷ്യരെ വിശുദ്ധരായി പ്രഖ്യാപിക്കുന്നവർ ലൂസിഫർ ചെയ്തതിനേക്കാൾ വലിയ പാപമാണ് ചെയ്യുന്നത്. മരിച്ച ഒരു വ്യക്തിയെ വിശുദ്ധരായി പ്രഖ്യാപിക്കുന്ന വ്യക്തി വിശുദ്ധനാണോ എന്ന് നമുക്ക് അറിയില്ല. അതുപോലെ തന്നെ നാം വിശുദ്ധരാണെന്ന് ചിന്തിക്കുന്നവർ മരിച്ചതിന് ശേഷം യാതനാസ്ഥലത്താണോ കിടക്കുന്നതെന്നും നമുക്കറിയില്ല. യാതനാസ്ഥലത്ത് കിടക്കുന്ന ഒരു വ്യക്തിയെ ഭൂമിയിലുള്ള ഒരു വ്യക്തി വിശുദ്ധൻ എന്ന് പ്രഖ്യാപിക്കുകയും നാം യാതനാസ്ഥലത്ത് ദൈവത്തിൻ്റെ ശിക്ഷ കാത്ത് കിടക്കുന്ന വ്യക്തിയെ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഏൽപ്പിക്കുകയും ചെയ്താൽ നാം സാത്താനെ ആരാധിക്കുന്നതിന് തുല്യമാണെന്ന് ഓർക്കണം. ദൈവം വെറുക്കുന്ന പാപമാണത്. ഒന്നാമത്തെ പുനരുദ്ധാനത്തിൽ പങ്കു ലഭിക്കുന്നവർ എല്ലാവരും ഈ ഭൂമിയിലെ നിക്ഷേപത്തെക്കാൾ ക്രിസ്തുവിനോടുകൂടെ കഷ്ടം സഹിക്കുവാൻ തയ്യാറുള്ളവരായിരുന്നു. അവർക്ക് ഈ ഭൂമിയിലെ സമ്പത്ത് ചപ്പും ചവറുമായിരിക്കും. അവരുടെ ഒരേ ഒരു ലക്ഷ്യം ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങൾ ഉള്ളതുമായ സ്വർഗീയ നഗരത്തിൽ അഥവാ ദൈവത്തോടൊപ്പം നിത്യതയിൽ ജീവിക്കുക എന്നതാണ്. അതുകൊണ്ടാണ് അബ്രഹാം ഭൂമിയുടെ തിരഞ്ഞെടുപ്പ് ലോത്തിനെ ഏൽപ്പിച്ചത്. അതുകൊണ്ടാണ് യേശു പണസഞ്ചി ഒറ്റുകാരനായ യൂദായെ ഏൽപ്പിച്ചത്. ആ സഞ്ചിക്ക് വേണ്ടി യുദ്ധം ചെയ്യാതെ പാപത്തിനെതിരെ യുദ്ധം ചെയ്യുവാനാണ് മരിച്ചുയർത്തവനായ കർത്താവായ യേശു ക്രിസ്തു നമുക്ക് ബുദ്ധിപദേശം തരുന്നത്. യൂദായുടെ പണസഞ്ചി മൂലം അരുമനാഥനെ ഒറ്റിക്കൊടുത്ത് കെട്ടിഞ്ഞാന്ന് ചാകേണ്ടി വന്നെങ്കിൽ തെറ്റായ തിരഞ്ഞെടുപ്പ് മൂലം ലോകത്തിന് സകലതും നഷ്ടമായി എന്ന് നാം ഓർക്കുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമകനെ, ദൈവമകളെ, നമുക്കിന്ന് ദൈവം തിരഞ്ഞെടുപ്പിനായൊരു അവസരം തന്നിരിക്കുകയാണ്. നാം ജീവനെ തിരഞ്ഞെടുക്കുമോ മരണത്തെ തിരഞ്ഞെടുക്കുമോ? നമ്മുടെ മരണത്തോടെ നമുക്ക് നഷ്ടമാക്കേണ്ടി വരുന്ന ഭൂനിക്ഷേപത്തെ തിരഞ്ഞെടുക്കുമോ അതോ നമ്മെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് മരിച്ചുയർത്തവനായ കർത്താവായ യേശു ക്രിസ്തുവിനെ തിരഞ്ഞെടുക്കുമോ? കർത്താവായ യേശു ക്രിസ്തുവിനെ നാം തിരഞ്ഞെടുക്കണമെങ്കിൽ നിശ്ചയമായും നാം അവൻ്റെ കൽപ്പനകൾ അനുസരിക്കണം. യേശുവിൻ്റെ കൽപ്പനകൾ അനുസരിച്ചുകൊണ്ട് ക്രിസ്തുവിനെ നമ്മുടെ കർത്താവും രക്ഷിതാവുമായി നമുക്ക് തിരഞ്ഞെടുക്കാം. നിത്യജീവനെ നമുക്ക് അവകാശികളായി തീരുകയും ചെയ്യാം. അതിന് കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, നല്ല വചനത്തിനായി അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എന്നെ കേൾക്കുന്ന ഏതെങ്കിലും പ്രിയപ്പെട്ടവർ അങ്ങയെ തിരിച്ചറിയാതിരിക്കുന്നെങ്കിൽ അങ്ങയെ തിരിച്ചറിയുവാൻ അവരുടെ ഹൃദയക്കണ്ണുകളെ തുറക്കണമേ. പാപത്തെ വെറുത്ത് ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. പാപം ചെയ്യാതെ ജീവിപ്പാൻ നല്ലൊരു ഹൃദയം തന്ന് സഹായിക്കണമേ. നല്ല തിരഞ്ഞെടുപ്പുകൾ നടത്തുവാൻ, അങ്ങ് പ്രസാദിക്കുന്ന തിരഞ്ഞെടുപ്പുകൾ നടത്തുവാൻ ഞങ്ങളെ സഹായിക്കണമേ. അങ്ങനെ കൽപ്പനകൾ പ്രമാണിച്ചുകൊണ്ട് നിത്യജീവൻ അവകാശികളായി തീരുവാൻ അടിയനെ കേൾക്കുന്ന അങ്ങയുടെ മക്കളെയും സഹായിക്കണമേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സ്തോത്രം.